നമസ്കാരം. അതീഷിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും അനീസ് സിസോദിയുടെയും ഒക്കെ ഫ്യൂസ് ഊരിക്കൊണ്ട് ഡൽഹിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പിയുടെ തേരോട്ടം നടക്കുകയാണ്. കൂടാതെ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നരേന്ദ്രമോദി ബി.ജെ.പിയുടെ ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ ആരായിരിക്കും ഇനി ഡൽഹിയുടെ താക്കോൽ സ്ഥാനം, അതായത് ഇനി ആരായിരിക്കും ഇനി ഡൽഹി മുഖ്യമന്ത്രി കസേരയിൽ വരിക എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. നവമാധ്യമങ്ങളിലടക്കം വനിതാ മുഖ്യമന്ത്രിയാണോ വരിക എന്ന ചോദ്യമടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തോൽവിക്ക് ശേഷം രാഷ്ട്രീയത്തിൽ നിന്നും കുറച്ച് മാറി നിന്ന സ്മൃതി ഇറാനി, അതായത് ബി.ജെ.പിയുടെ തീപ്പൊരി നേതാവ് സ്മൃതി ഇറാനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യതലസ്ഥാനം കടന്നപ്പോൾ ഡൽഹിയിൽ വീട് വാടകയ്ക്കെടുത്ത് പ്രചാരണം ഏകോപിപ്പിക്കുകയും പ്രചാരണത്തിന് നേതൃത്വം നൽകിയതുമാണ്. അതിനുശേഷം സ്മൃതി ഇറാനിയുടെ പ്രചാരണ തന്ത്രവും ബി.ജെ.പിക്ക് ഡൽഹിയിൽ അടിസ്ഥാനമായ ഒരു നില നൽകി എന്നതാണ് യാഥാർത്ഥ്യം. അണ്ണാ ഹസാരെയുടെ വമ്പൻ നീക്കം പലതവണ അഴിമതിക്കെതിരെ മുദ്രാവാക്യം ഉൾപ്പെടെ ഉയർത്തുകയും അണ്ണാ ഹസാരെ കൂട്ടിപ്പിടിച്ച് കെജ്രിവാൾ ഡൽഹിയിൽ അഴിമതിയുടെ കൊട്ടാരം തന്നെ പണിതു. ഇത് മനസ്സിലാക്കിയതോടുകൂടിയാണ് കെജ്രിവാൾ അണ്ണാ ഹസാരെ വഞ്ചിക്കുന്നു, ചതിക്കുന്നു എന്ന് കൂടിയാണ് അണ്ണാ ഹസാരെ കെജ്രിവാളിനെ ഒഴിവാക്കിയതും കെജ്രിവാൾ അഴിമതി നടത്തിക്കഴിഞ്ഞുവെന്ന് തുറന്നു പറഞ്ഞതും. നിലവിൽ 46 സീറ്റുകളിൽ ബി.ജെ.പിയുടെ കുതിപ്പ് തുടരുമ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയും ബി.ജെ.പിയുടെ കരുത്തനായ നേതാവുമായ പർവേശ് വർമ്മയുടെ പേരുകളാണ് ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. കാരണം മുൻ ഡൽഹി മുഖ്യമന്ത്രി സാഹിബ് വർമ്മയുടെ മകനാണ് പർവേശ്. ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് പർവേശ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായാണ് നിലവിൽ മത്സരിക്കുന്നത്. നിലവിൽ മണ്ഡലത്തിൽ പർവേശാണ് ലീഡ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. 2013 പർവേശ് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മൊഹ്റോലി മണ്ഡലത്തിലാണ് മികച്ച വിജയം നേടിയ പർവേശ് ഒരു മികച്ച വിജയം കാഴ്ചവെച്ചിരുന്നു. അതിനുശേഷം 2014 2019 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചായിരുന്നു ഒരു പിന്മാറ്റം. വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ വിവാദങ്ങളിൽ നിറഞ്ഞ നേതാവ് കൂടിയായ പർവേശ് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കെജ്രിവാളിനെ ഭീകരവാദി എന്ന പർവേശ് വിളിച്ചതിന് വലിയ വിമർശനങ്ങൾ വഴിവെച്ചിരുന്നു. സംഭവത്തിൽ പർവേശിനെ 24 മണിക്കൂറത്തേക്ക് പ്രചാരണത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിരുന്നുവെങ്കിലും ഇതേ വിവാദങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും തന്നെയാണ് പർവേശ് ബി.ജെ.പിയുടെ നേതൃത്വത്തിന്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ ഒരു പ്രധാന കാരണമായി. ഡൽഹിയിൽ ഭരണം ലഭിച്ചാൽ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പർവേശിനെ നേതൃത്വം പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഒരു വനിതാ നേതാവ് വേണമെന്നും, അതായത് നാരീശക്തി കുറച്ചും കൂടെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നരേന്ദ്രമോദി തീരുമാനിച്ചാൽ രേഖ ഗുപ്ത എന്ന വനിതാ നേതാവിന്റെ പേരുകളും ഉയർന്നു വരും. എന്തായാലും ബി.ജെ.പിയുടെ ദേശീയ ഘടകമാണ് ഒരു തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നത്. ഇന്ന് അതായത് ഹരിയാന തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടന്ന സമയത്ത് നരേന്ദ്രമോദി ഡൽഹിയിൽ ബി.ജെ.പിയുടെ ആസ്ഥാനത്ത് വൈകുന്നേരങ്ങളിലെത്തി മാധ്യമങ്ങളെ കാണുകയും ബി.ജെ.പി നേതാക്കളുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തുകയും ഒരു മാസ്മരികമായ പ്രസംഗമൊക്കെ നടത്തുകയും ചെയ്തു. ഇന്ന് ഡൽഹിയിൽ ബി.ജെ.പി റീലോഡഡ്, അതായത് ബി.ജെ.പി ഇന്ന് ഡൽഹിയിൽ ഒരു ഭൂചലനം സംഭവിച്ചിരിക്കുകയാണ്. അതായത് ആപ്പിനെ തൂത്തെറിഞ്ഞുകൊണ്ട് ഡൽഹിയെ ഇന്ദ്രപ്രസ്ഥാനത്തെ മുഴുവൻ കുലുക്കിക്കൊണ്ട് ബി.ജെ.പി ഇതാ ഡൽഹിയിൽ അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 7 മണിക്ക് നരേന്ദ്രമോദി ഡൽഹി ആസ്ഥാനത്ത്, അതായത് ഡൽഹിയിൽ ബി.ജെ.പിയുടെ ആസ്ഥാനത്ത് എന്താണ് പറയുക എന്നത് രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ്